അങ്ങനെ അങ്ങ് പോയാലോ? ഭാസ്കരം പിടിച്ചാൽ പിടിവിടാൻ ഇച്ചിരി വൈകും. വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് പുതിയൊരു സെൽഫ് ഡിഫെൻസ് വീഡിയോ ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗേൾസ് അല്ലെങ്കിൽ ലേഡീസ് ഒക്കെ പുറത്ത് പോകുമ്പോഴത്തേനും വളരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ പുറകിൽ നിന്നൊക്കെ കയറി പിടിക്കാറുണ്ട് ആളുകൾ കയ്യിലൊക്കെ, അതുപോലെ തന്നെ നമ്മൾ ബാക്കിൽ നിന്നൊക്കെ കയറി ഇങ്ങനെ പിടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ലേഡീസിനാണെങ്കിൽ തന്നെ ഒരുപാട് എഫേർട്ട് യൂസ് ചെയ്യാതെ, ഇല്ലെങ്കിൽ ഒരുപാട് ശക്തി യൂസ് ചെയ്യാതെ തന്നെ ഇപ്പോൾ ഒരു അക്രമി വരുവാണെന്നുണ്ടെങ്കിൽ അയാളെ എങ്ങനെ നേരിടാം, ഇല്ലെങ്കിൽ ആ അക്രമിനെ ഒരു കവർച്ചക്കാരനാണെങ്കിൽ അയാളെ എങ്ങനെ നേരിടാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 2 ടിപ്സ് ആയിരിക്കും പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ 2 ഈസി ടിപ്സാണ്, ആർക്കും ചെയ്യാൻ പറ്റുന്ന ടിപ്സാണ്. അപ്പോൾ നിങ്ങൾ അവസാനം വരെ കാണുക, എന്നിട്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഇപ്പോൾ ഒരു എംറ്റി ആയിട്ടുള്ള ഒരു വിജനമായ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു കവർച്ചക്കാരനെ മറ്റോ നിങ്ങളെ പുറകിൽ നിന്ന് വന്ന് പിടിച്ചിട്ട് നിങ്ങളെ ഇങ്ങനെ എടുത്തു മാറ്റി ഇങ്ങനെ എടുത്ത് മാറ്റാൻ നോക്കുകയോ, അല്ലെങ്കിൽ പുറകെ ഇങ്ങനെ ഒരു അറ്റാക്ക് വരുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ മിക്കപ്പോഴും അത് മാത്രമല്ല, നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന മാത്രമല്ല, നമ്മളിപ്പോൾ വണ്ടിയിലൊക്കെ വന്നിട്ട് പെട്ടെന്ന് ചിലപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും എടുത്ത് വണ്ടിക്കകത്തോട്ടൊക്കെ ഇടുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതായിരിക്കും നമ്മൾ ആദ്യം പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ട്രിക്കിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മളിപ്പോൾ ഒരാളിങ്ങനെ പിടിക്കുകയാണെങ്കിൽ അയാൾക്ക് നിങ്ങളിങ്ങനെ എടുത്ത് പൊക്കാനുള്ള സാധ്യതയുണ്ട്, ഇങ്ങനെ പൊക്കി ഇങ്ങോട്ടും മാറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു അറ്റാക്കിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാകാനായിട്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെ പൊക്കിയെടുത്ത് ഇങ്ങനെ മാറ്റി വേറൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ട്രിക്കാണ്. നമ്മൾ പൊക്കാൻ വേണ്ടി നോക്കുമ്പോൾ തന്നെ ആദ്യം ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ആളുടെ കാലുമായിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, എന്നെ പൊക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പൊങ്ങത്തില്ല, അതുണ്ടോ? കാരണം ഞാൻ ഇവിടെ കാല് ലോക്ക് ചെയ്ത് വെച്ചേക്കുവാ. എത്ര നോക്കിയാലും പൊങ്ങുകയില്ല, കാരണം അവിടെ ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഞാനിപ്പോൾ എൻ്റെ ഫോഴ്സിൻ്റെ മാക്സിമം ഫോഴ്സ് എടുക്കുന്നുണ്ട്, എന്നാലും എനിക്ക് പൊക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ എൻ്റെ ബോഡിയുടെ റെസിസ്റ്റൻസിനെ തന്നെയാണ് ഞാൻ ഓപ്പോസ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ എൻ്റെ ബോഡിനെ തന്നെ എതിരായിട്ട് ഞാൻ പൊക്കാൻ നോക്കുമ്പോൾ അത് ഒരിക്കലും എനിക്ക് സാധിക്കുന്ന കേസല്ല. ഗൈസ്, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊക്കുമ്പോൾ നമ്മളെ ചിലപ്പോൾ പിടിച്ച് അമക്കാൻ വേണ്ടി സാധ്യതയുണ്ട്, ഇതുണ്ടോ? ഒരുപാട് അമക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനത് ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ ഒരു കാരണവശാലും നമ്മൾ അകത്തോടെ പിടിക്കാനുള്ള ഒരു സംഭവം കൊടുക്കരുത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും നമ്മൾ പിടിക്കേണ്ടത്. ഇങ്ങനെ ഒരു രീതി പിടിച്ച് കഴിയുമ്പോഴത്തേനും ഒരുപാട് അമക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, കണ്ടോ കൈക്ക് അത്ര പവർ കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കൈ ഇങ്ങനെ പിടിക്കുക, പിന്നെ കാല് ലോക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്ന ആളുടെ ബോഡിയുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ബോഡി നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടൊരു എൻറ്റിറ്റി ആയിട്ട് നിൽക്കാതെ അയാളുടെ ബോഡിയുടെ തന്നെ ഒരു പാർട്ടുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കുക. അതായത് നമ്മളിവിടെ ചെയ്യുന്നത് ലെഗുമായിട്ടാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും എടുത്ത് പൊക്കി ഇങ്ങനെയുള്ള ചാൻസ് കുറവാണ്. എടുത്ത് പൊക്കാൻ എന്ത് പറഞ്ഞാലും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു. അതായത് കൈയും ഇങ്ങനെ പിടിച്ചു, അത് കഴിഞ്ഞ് നിങ്ങൾ കാല് ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അതെങ്ങനെയാണ് നമ്മൾ കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അറ്റാക്കിന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ഇവിടെ നക്കിളിൻ്റെ പഞ്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ കൈ ഇങ്ങനെ, ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്തൊക്കെ പറയായിരുന്നു, കൈ ഇങ്ങനെ മടക്കി പിടിക്കുക. ഇങ്ങനെയുള്ള ഇടിക്ക് പകരം കൈ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ഈ മുട്ടിൻ്റെ കൈ വിരലുകളുടെ ഈ വിരൽമുട്ടുകൾ ഉപയോഗിച്ചാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരാളിങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ഇങ്ങനെ പിടിച്ച് പൊക്കാൻ നോക്കുന്നു. ആദ്യം തന്നെ കാൽ ലോക്ക് ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇതുണ്ടോ, കൈ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇടിക്കാൻ പോകുന്നത് ഈ ഒപ്പോണന്റിന്റെ ഇവിടെ ബോൾസിന്റെ അവിടെയാണ് നമ്മൾ ഇടിക്കുന്നത്. മുറുക്കെ തന്നെ ഇടിക്കുക, നല്ലപോലെ ഇടിക്കുക. നല്ല ഇടി കിട്ടി എന്ത് പറഞ്ഞാലും അത് ഭയങ്കര ഒരു മർമ്മപ്രധാനമായ ഒരു പോയിന്റ് ആണ്. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും 1-2 ഇടി കിട്ടി കഴിയുമ്പോൾ തന്നെ നമ്മൾ റിലീസ് ചെയ്യും. അപ്പോൾ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കാൻ പോകുന്നത് നമ്മൾ കാണിച്ചു തരാം ഇപ്പം തന്നെ. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ, അപ്പോൾ ആദ്യം പിടിക്കുന്നു. ഓക്കെ, ലോക്ക് ചെയ്യുന്നു, പോകുന്നില്ല. ഓക്കെ, അറ്റാക്ക് ചെയ്യുന്നു. എന്ത് പറയാൻ 2 അറ്റാക്ക് ചെയ്യും വിടും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നേരെ തൊഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഏരിയയിലേക്കോ നേരെ ഇങ്ങനെ കറങ്ങി വരുന്ന രീതിക്ക് ആ കാല് കൊണ്ട് തന്നെ നിങ്ങൾക്ക് തൊഴിക്കാവുന്നതാണ്. അബ്ഡോമിനൽ ഏരിയയിലേക്ക് തൊഴിക്കാം. പിന്നെ നമ്മൾ തൊഴിക്കാൻ പറ്റുന്ന ഏരിയയാണ് നിങ്ങളുടെ ലെഗ്സ്. അതായത് കാലിങ്ങനെ നിൽക്കുവാണ്. നമ്മൾ പല വീഡിയോസിനകത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മുട്ടിന്റെ മുകളിലായിട്ട്, അതായത് നിങ്ങൾ ഇവിടെ തൊഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടിന്റെ ഡിസ്ക് ലൊക്കേറ്റ് ആകാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമ്മുടെ മുട്ടിന്റെ ഇവിടെ ഈ ഭാഗത്തായിട്ട് തൊഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഡിസ്ലൊക്കേറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ തൊഴിക്കുക, അവിടെ ഒരു തൊഴി ഒഴിക്കുക, അത് ഇനി നേരെ മേളിലേക്ക് ഒഴിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് തൊഴിക്കാൻ നല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ചുമ്മാ തൊഴിച്ചിടാവുന്ന പറ്റുന്നതാണ്. പക്ഷേ ഇവിടെ നമ്മൾ തൊഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ എഴുന്നേറ്റ് വരുന്ന ഓർത്ത് പേടിക്കേണ്ട. കാരണം ഇവിടെ തൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ലൊക്കേറ്റ് ആയാൽ പിന്നെ എഴുന്നേറ്റ് വരാൻ എനിക്ക് ഇച്ചിരി പാടായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ എന്നെ ലോക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ റിയൽ ലൈഫിൽ കുറച്ചുകൂടെ ഇതായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഡെമോ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി കാണും. ഇങ്ങനെ തൊഴിക്കുക, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ കാലിങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മോന്തക്കിട്ടും കൂടെ അല്ലെങ്കിൽ ചെസ്റ്റിനിട്ടും കൂടെ തൊഴിച്ച് അവിടെ
ഒപ്പോണന്റ് അവിടെ ഇടാൻ പറ്റുന്ന നോക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണ്. അതായത് നിങ്ങൾക്ക് സംഭവം മനസ്സിലായി കാണും. ഇനി നമുക്ക് ഇതിൻ്റെ റിയൽ ടൈം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പം അത് കണക്ക് മനസ്സിലാക്കി കണ്ടു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇതിൻ്റെ ഡീപ്പായിട്ടുള്ള ഒരു നോളജ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് റിയൽ ടൈം ഫൈറ്റിലേക്ക് പോകാം. അവിടെ തന്നെ ഇരുവോ നമ്മുടെ ഒപ്പോണന്റ് ഒട്ടേ തറ വീണിട്ടുണ്ട്. ഇവിടെ മൊത്തം മുള്ളാണ്, മറ്റേ തൊട്ടാവാടി മുള്ളാണ്. എനിക്കോടാ. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ട്രിക്ക്. ഇനി നമ്മൾ രണ്ടാമത്തെ ട്രിക്കിലോട്ട് പോവാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പക്ഷേ ഭയങ്കര ആപ്ലിക്കേഷനൊക്കെ നമുക്ക് വളരെ ആപ്ലിക്കേഷൻസ് ഉള്ള ട്രിക്കാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കയറി നിങ്ങളുടെ കയ്യിൽ കയറി പിടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നടന്നു പോയി കഴിയുമ്പോൾ പിന്നെയും നിങ്ങളുടെ കൈ കയറി പിടിക്കുക തുടങ്ങിയ സംഭവങ്ങളൊക്കെ കോമൺ ആയിട്ട് നടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് പറഞ്ഞാലും ഇങ്ങനെ നിങ്ങൾ അനാവശ്യമായിട്ട് ഒരാൾ നിങ്ങളുടെ കൈ കയറി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം വളരെ കൂളായിട്ട് നമുക്ക് അഴിച്ചെടുക്കാവുന്നതാണ്. അതപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നേരെ നമ്മുടെ ട്യൂട്ടോറിയലിലേക്ക് പോകും. അതെ, ട്യൂട്ടോറിയലാണ് ആദ്യം കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവൻ്റെ കൈ കയറി പിടിക്കാം. ഓക്കെ, ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കയറി പിടിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും കൈ കയറി പിടിക്കുക, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഇങ്ങനെ കൈ കയറി പിടിക്കുന്നു. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏത് കയ്യിലാണ് കയറി പിടിച്ചേക്കുന്നത്, നിങ്ങൾ അതിൻ്റെ ഇപ്പോൾ എൻ്റെ വലത് കയ്യിലാണ് കയറി പിടിച്ചേക്കുന്നത്. നമ്മൾ ഇടത്തെ കാലെടുത്ത് ഫ്രണ്ടിലേക്ക് വെക്കുക. അതായത് ഇടത്തെ കാല് ഫ്രണ്ടിലേക്ക് വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം. ഇതുണ്ടോ? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കുമ്പോൾ ഇതുണ്ടോ ഇങ്ങനെ എൻ്റെ ഈ ഭാഗം ഇവിടെ ആയിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് പ്രഷർ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കൈ സൂവായിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ അത്ര വിരലിൻ്റെ അത്ര ഊരിപ്പോയി. അപ്പോൾ ആ ഒരു ടെക്നിക്ക് വെച്ചിട്ട് നമ്മൾ ചുവടും കൂടെ കയറ്റി ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് അടിക്കുമ്പോൾ നമുക്ക് ഒരു പവറും കൂടെ കിട്ടും. നമ്മൾ ഈ കാലിങ്ങനെ കയറ്റിയിരിക്കുന്ന ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ വെറുതെ കൈ ഇങ്ങനെ പിടിപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ, ഇങ്ങനെ അടിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഒന്നും ഒരു മൊമെൻറ്റ് നമുക്ക് കിട്ടത്തില്ല. നേരെ കുറച്ച് നമ്മുടെ കാലും കൂടെ ഇങ്ങനെ കയറ്റി വയ്ക്കുമ്പോൾ നമ്മുടെ ഫുൾ ബോഡിയുടെ മൊമെൻറ്റുമാണ് നമ്മുടെ ഈ കൈയിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഫുൾ ബോഡിയുടെ മൊമെൻറ്റും നിങ്ങളുടെ ഈ ഫുൾ ഹിപ്പിൻ്റെ റൊട്ടേഷനും നിങ്ങൾ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതായത് ഓപ്പോണിൻ്റെ കയ്യിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, ഇങ്ങനെ കയറി പിടിക്കുന്നു. നേരെ നമ്മൾ കൈ വെച്ച് അൺലോക്ക് ചെയ്യുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതെ, അത് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് രീതി ചെയ്യാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ പിടിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങൾക്ക് അല്ല ഇപ്പോൾ നിങ്ങൾ തിരിഞ്ഞ് നടന്നു പോകുമ്പോൾ ആരും പുറകിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഇത് അഴിച്ചെടുക്കാവുന്നതാണ്. രണ്ട് രീതിയിൽ അഴിച്ചെടുക്കാം. ഇപ്പോൾ സെയിം രീതിയിൽ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞ് നടന്നു പോകുമ്പോൾ ആരും പറയുന്ന കയ്യിൽ നിന്ന് കയറി പിടിച്ചു. അപ്പോൾ നമ്മൾ അതേ രീതിയിൽ തന്നെ ഇതുണ്ടോ ചൂട് കയറ്റി വെച്ചു. ചൂട് കയറ്റി വെക്കുന്ന കൂട്ടത്തിൽ ഈ കൈ ഒറ്റയായിട്ട് ഇടിക്കുക, ഓപ്പൺ ആകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കിൽ നിന്നാണെങ്കിലും ഫ്രണ്ടിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് അടുത്ത് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് പഞ്ച് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ആദ്യം പറഞ്ഞാൽ വേണമെങ്കിൽ മുട്ടിട്ടുള്ള പഞ്ച് നമുക്ക് വേണം ചെയ്യാം. ഇല്ലെങ്കിൽ നേരെ നിങ്ങളുടെ ഓപ്പോണൻറ്റിൻ്റെ അതായത് ഈ ഏരിയയ്ക്കിട്ട്, അതായത് നിങ്ങളുടെ റിബ് കേജിൻ്റെ ഏരിയയ്ക്കിട്ട് ഈ ഏരിയയ്ക്കിട്ട് പഞ്ച് ചെയ്യുക. അവിടെ ചവിട്ടുവാണെങ്കിൽ ആ റിബ് കേജ് ബ്രേക്ക് ആയിട്ട് അവിടെ ഇൻറ്റേർണൽ ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പം അതാണ് നമ്മുടെ രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറഞ്ഞാലും അതിൻ്റെ റിയൽ ടൈമിലോട്ട് പോകാം. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്നോ അങ്ങനെ അങ്ങ് പോയാലോ. കൈയെടുക്ക് ഭാസ്കരാ. ഭാസ്കരൻ പിടിച്ചാൽ പിടിവിടാൻ ഇച്ചിരി വൈകും. നീ വിടണ്ട ഭാസ്കരാ, ഞാൻ വിടിയിപ്പിക്കാം. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ കിടിലം വീഡിയോ. രണ്ട് സൂപ്പർ ടെക്നിക്സ് ആണ് നമ്മൾ കാണിച്ചു തന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ടെക്നിക്സ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാണ്ട് പോകരുത്. മാത്രമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഒത്തിരി പവർ യൂസ് ചെയ്തതിൻ്റെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന ടെക്നിക്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞു തന്നത്. ഗൈസ്, ഭയങ്കര എഫക്റ്റീവാണ്. നമുക്ക് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നമ്മുടെ റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ വളരെ അത്യാവശ്യമുള്ള രണ്ട് ടെക്നിക്സാണ് നമ്മൾ കാണിച്ചത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ബാക്കിൽ നിന്ന് ഇങ്ങനെ പിടിക്കുക, അതുപോലെ കൈ കയറി പിടിക്കുക എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പതറാതെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ രണ്ട് ടിപ്സ് നമ്മൾ പറഞ്ഞു തന്നത്. മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. നിങ്ങളുടെ മെന്റൽ പവർ നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് ആ സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ചങ്കൂര് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ട്രിക്സ് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ചാനലിലൂടെ കൂടുതൽ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് റിലേറ്റഡ് വീഡിയോസ് വരുന്നുണ്ട്. ഞങ്ങളൊരു വർക്കൗട്ട് റുട്ടീൻ കംപ്ലീറ്റ് ഒരു വീക്ക് ഫുള്ള് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് വീട്ടിൽ ഇരുന്നുള്ള ഒരു റുട്ടീൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല മസിൽ ബിൽഡിങ്ങിനും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങൾ നമ്മുടെ ചാനലിലൂടെ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു MMA സീരീസ് വരുന്നത് അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് ചെയ്യാൻ വേണ്ടി തന്നെ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഡിലേ ആകുന്നത്. അപ്പോൾ എന്തായാലും നമ്മളത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം മാക്സിമം. നമ്മൾ കുറച്ച് ചെറിയ ഒരു ഇലിസ്ട്രേഷൻ ആയിരിക്കും, വലിയ കാര്യമായിട്ടൊന്നും കാണത്തില്ല. എന്നാലും നമ്മൾ ചെറിയ രീതിയിൽ നമ്മളൊന്ന് അവതരിപ്പിച്ച് കാണിക്കും. അതിൻ്റെ അഡ്വാൻറ്റേജിനെ പറ്റി നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് മറ്റൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, പൊളിക്കുക. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ ബൈ.